ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ സച്ചിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലത്ത് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു. പിന്നെ സ്കൂളിൽ പോണതിന് മുന്നേ ആയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതുവരെ എന്താ ചെയ്വൂത്തി നിൽക്കണേന്നറിയോ? പോപ്പർ പൊട്ടിക്കണതിന് മുന്നേ ഉള്ള എക്സ്പ്രഷനാണ് കേട്ടോ. പോപ്പർ പൊട്ടിച്ചപ്പോൾ എന്താ ഒരു സന്തോഷം ഉണ്ടായിരുന്നതെന്നറിയോ? തുള്ളി ചാടിയായിരുന്നു കുട്ടികളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കെല്ലാം മുറിച്ചു. സച്ചിക്കുട്ടന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്നാ പിറന്നാൾ വരിക വെച്ചിട്ട്. സച്ചിക്കുട്ടൻ്റെ സ്കൂളിലെ കുട്ടികളിലൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ അവരെല്ലാവരും ചോക്ലേറ്റ് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ സച്ചിക്ക് എന്നും ക്ലാസ്സിൽ നിന്ന് വിട്ട് വരുമ്പോൾ പരാതിയാണ്, അമ്മ എൻ്റെ ബർത്ത്ഡേ എന്താ ആവാത്തേ, എനിക്ക് ബർത്ത്ഡേ ഇല്ലേ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് എന്നും സങ്കടം പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സച്ചിക്കുട്ട നിൻ്റെ പിറന്നാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ആയി പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അവൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ. അവൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നിടത്ത് വെച്ചിട്ട് അവനോട് ചോദിച്ചു എന്താണ് വേണ്ടത്, എങ്ങനത്തെ മോഡലാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ സച്ച് പറഞ്ഞതനുസരിച്ചിട്ട് അച്ഛൻ സ്പൈഡർമാൻ്റെ കേക്കെല്ലാം ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛന് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്, അവൻ കേക്ക് കട്ട് ചെയ്യണതും ഒക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. അവൻ ഒരുപാട് സന്തോഷമായി അവൻ്റെ ബർത്ത്ഡേ ഒക്കെ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ സ്കൂളിലും ചെറിയ രീതിയിൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ചോക്ലേറ്റ്സും കുട്ടികൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് സച്ചിക്കുട്ടൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ മാഡം ഗിഫ്റ്റൊക്കെ സച്ചിക്കും ഗിഫ്റ്റ് ഇങ്ങോട്ട് തന്നു. പിന്നെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് കൈ കൊട്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. എന്തൊരു സന്തോഷം എന്നറിയോ അല്ലേ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ. അവരൊരുപാട് ഹാപ്പി ആവാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മതിയല്ലേ. അപ്പോൾ നമുക്കും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അവരിങ്ങനെ അതിനനുസരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴൊക്കെ ഇതെല്ലാ കുട്ടികളും കൂടി കൈകൊട്ടി പാടണതും ഒക്കെ ഫസ്റ്റ് ടൈം സച്ചിക്കുട്ടനുള്ള എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ദിവസം വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യും, അടുത്തുള്ള ആൾക്കാരൊക്കെ കുറച്ച് പിള്ളേരൊക്കെ വിളിക്കാറുണ്ടെങ്കിൽ ഇത്രയും കുട്ടികളൊക്കെ പാട്ട് പാടി അങ്ങനെയൊക്കെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അവൻ ഒരു ചോക്ലേറ്റും ഗിഫ്റ്റുമായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ സച്ചിക്കുട്ടൻ വീട്ടിലേക്ക് വന്നത്.